അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എച്ച് പിയുടെ ഏറ്റവും പുതിയ മോഡലായ ഹൈപ്രക്സ് ഒമൻ. അതായത് എച്ച് പി ഒമൻ എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ ഹൈപ്രക്സ് ഒമനിലാണ് എച്ച് പിയുടെ ലാപ്ടോപ്പ് വരുന്നത്. ഈ ഹൈപ്രക്സ് ഒമൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്ക്രീനിൽ 15.3 എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതുപോലെ 500 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, 100% sRGB. അതുപോലെ 180 ഹെഡ്സിലെ റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു മോഡലാണ്. 15.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ സൈസ് സാധാരണ ഗെയിമിങ് 15.6 അല്ലെങ്കിൽ 16.1 വരുന്നത്. ഹൈപ്രക്സ് ഒമന് 15.3 കുറച്ചും കൂടി കംഫർട്ടായ ഒരു സ്ക്രീൻ സൈസാണ് 15.3. അപ്പോൾ അതിൽ വരുന്ന i7 50-50ലും 50-60യിലാണ് കറണ്ടിൽ വന്നിട്ടുള്ളത്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 50-50 വരുന്ന ഹൈപ്രക്സിൻ്റെ മോഡലാണ്. i7 24 GB റാമിൽ 1 TB സ്റ്റോറേജിൽ 50-50 8 GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് വരാം. കേസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അത് ആദ്യം ചാർജറാണ് ഒന്നുള്ളത്. ചാർജർ 230 വാട്ട്സ് ആണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. 230 വാട്ട്സിൽ വരുന്ന ചാർജറാണ്. ചാർജറും അതിന് നല്ല ഒരു പവർ കേബിളാണ് ഒരു പ്രൊഡക്റ്റായിട്ടിൽ വരുന്നത്. ഇനി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും ഹൈപ്രക്സ് ഒമൻ എന്ന് എഴുതിയിട്ടുള്ളത്. വേറെ ഇതിൽ കാര്യപ്പെട്ടൊന്നും ഉണ്ടാവില്ല. ഹൈപ്രക്സ് അതിൽ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈപ്രക്സ് ഒമൻ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. പഴയ ലോഗോ ഒമൻ്റെ ലോഗോ ആയിരുന്നു, ഇപ്പോൾ അത് HX എന്നുള്ള ഹൈപ്രക്സിൻ്റെ ലോഗോ ആയി. ഓക്കെ, പിന്നെ കൂളിംഗ് ഫാന് അതായത് 15.3 പറഞ്ഞാലും ലാപ്പിന് വെയിറ്റിലൊന്നും വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. ഓക്കെ, സ്ക്രീൻ സൈസ് മാത്രമേ കൊണ്ടിട്ടുള്ളൂ. അത് കൂളിങ്ങിലോ TGP-ലൊന്നും കോംപ്രമൈസ് ഇല്ല. ബാക്കിലാണ് ഒരു ടൈപ്പ് സി പോർട്ടും HDMI പോർട്ടും ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ചാർജിങ് പോർട്ട്, ഒരു USB പോർട്ട്, ഓഡിയോ പോർട്ട്, ഈ സൈഡിൽ ലാൻഡ് പോർട്ട് ഉണ്ട്, അതുപോലെ ഒരു USB പോർട്ട് ഉണ്ട്. പിന്നെ SSD ഇതിനൊക്കെ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ബാക്കിൽ 2 കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിസൈന് നമ്മൾ പഴയ സെയിം ഒമൻ്റെ സെയിം ലുക്ക് വൈസ് തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കിൽ ലോഗോ മാറിയിട്ടുണ്ട്. അതുപോലെ സ്ക്രീന് 15.3 15.3 പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഒരു ലാപ്ടോപ്പിൻ്റെ സൈസാണ്. എനിക്ക് അത്യാവശ്യം ഒരു ഗെയിമിംഗ് ലാപ്പിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും തോന്നാത്ത നല്ലൊരു സൈസിലുള്ള ലാപ്പാണ്. അതുപോലെ ഇത് വ്യത്യാസം i7 ജനറേഷൻ 14th ജനറേഷൻ ആണ്. റിഫ്രഷ് റേറ്റ് 180 റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലും ഹൈപ്രക്സ് എഴുതിയിട്ടുണ്ട്, ഇതിൽ ഒമൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ് കീബോർഡും കാര്യങ്ങളും പവർ സ്വിച്ച് കീബോർഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കാൻ പോവാണ്. ഓണാക്കി. ഓക്കെ, ക്യാമറ പ്രൈവസി ഷട്ടർ ഇല്ല. ഓക്കെ, ബാക്ക് ലൈറ്റ് കീബോർഡ് ഉണ്ട്, 3 സോണാണ്. നമുക്ക് 3 ടൈപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്രക്സിൻ്റെ ലോഗോ വരുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ബാക്ക് ലൈറ്റൊക്കെ നല്ല ഒമൻ 15 എന്ന മോഡലാണ്. NVIDIA ഗ്രാഫിക്സ് കാർഡ് i7 14th. നമുക്ക് വിൻഡോസ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. നല്ല ഒരു 15.3 എന്ന വളരെ ഒതുക്കുള്ളൊരു ഗെയിമിംഗ് ലാപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിമിംഗ് ലാപ്പ് വളരെ സ്ലിം ആയിട്ട് കഴിഞ്ഞാൽ പെർഫോമൻസിൽ ഇതിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഡിസൈനിൽ നല്ല സ്ക്രീൻ സൈസിൽ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുകയാണ് സ്ക്രീൻ സൈസ് കുറഞ്ഞ ഗെയിമിംഗ് ലാപ്പ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒമൻ്റെ ഐപ്ലെക്സ്. ഇത് 50-50 ആണ്. ഇതിൽ തന്നെ 2 മോഡലാണ് കറന്റ് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഒരുപാട് മോഡൽസ് ഐപ്ലെക്സ് ഒമൻ എന്ന് പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്, വരുന്നതാണ് പറയുന്നത്. 5050 5060 കറന്റ് വന്നിട്ട്. i7 മാത്രമാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ. AMDയിൽ കറന്റ് ഐപ്ലെക്സ് ഒമനിൽ വന്നിട്ടില്ല. ബൂട്ടിംഗ് ഒക്കെ വളരെ സ്പീഡിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂമറിക് ഉണ്ട്. നമ്മൾ സ്ക്രീൻ സൈസ് കുറഞ്ഞുകൊണ്ട് ന്യൂമറിക് കീബോർഡ് ഒഴിവാക്കിയിട്ടില്ല. ന്യൂമറിക് ഉണ്ട്. കീബോർഡ് തന്നെയാണ് പവർ സ്വിച്ച് വരുന്നത്. അതുപോലെ കോ പൈലറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഒമൻ ഹബിന് ഡയറക്റ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ കീബോർഡ് നമ്മളെപ്പോഴും ലാപ്പ് ഷോർട്ട് ആകുമ്പോൾ അതിൻ്റെ ന്യൂമറിക് ബട്ടൺസ് ഒഴിവാക്കാറുണ്ട്. ഇതിലത് ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, ഇതിൽ ഇമ്പിൾഡ് ആയിട്ട് തന്നെ ന്യൂമറിക് ബട്ടൺ വരുന്നുണ്ട്. വളരെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. 115 ഇതിൻ്റെ TGP വരുന്നത്. 250 വാട്ട്സിൽ 115 TGP പറയുമ്പോൾ അതിന് ഡിസ്പ്ലേ 500 നിറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ 180 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അതൊക്കെ ആ TGP 115 സെറ്റ് ചെയ്യാനുള്ളതിൽ ഒരു ഇതായിട്ടുണ്ട്. സാധാരണ 250 വാട്ട്സ് അതൊക്കെ അത്യാവശ്യം നല്ല TGP കിട്ടാറുണ്ട്. ഇതിൽ ആ 215 വരുമ്പോൾ 115 വന്ന് ആ സ്ക്രീന് 500 നിറ്റ്സ് ആയി. അതുപോലെ 180 Hz ആയി. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഇട്ടുണ്ട്. പിന്നെ വിൻഡോസും MS ഓഫീസ് ഒറിജിനലാണ്. i7 ഫുൾ സ്പെസിഫിക്കേഷൻ വരുന്നത്. i7 14th ജനറേഷനിൽ സ്റ്റോറേജ് 1 TB 24 GB സിംഗിൾ ആമാണ്. സ്ലാം സ്ലോട്ട് എക്സ്ട്രാ ഉണ്ട്. 1 TB SSD വിൻഡോസ് ഒറിജിനൽ, അതുപോലെ MS ഓഫീസ് ഒറിജിനൽ വരുന്നുണ്ട്. ഉണ്ട്. ഇതാണ് ഐപ്ലെക്സിൻ്റെ ഒമൻ നമ്മൾ ബൂട്ട് ചെയ്തിട്ടുള്ള അത്. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഐപ്ലെക്സിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, വൈഫൈയിൽ നമുക്ക് ഒരു യൂട്യൂബിൽ പോയിട്ടൊരു വീഡിയോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല ഡിസ്പ്ലേ ആണ് കേട്ടോ. നല്ല നമുക്ക് അത് വേറെ മോഡൽസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഡിസ്പ്ലേൻ്റെ ക്ലാരിറ്റി. 500 നിറ്റ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ. യൂട്യൂബിൽ നമുക്ക് അടിച്ച് നോക്കാം. നമുക്കൊരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളൊരു വീഡിയോ റൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ ആണ്. ഇപ്പോൾ നെറ്റിനനുസരിച്ച് ചെയ്യും. ഓക്കെ, സ്ക്രീന് ആൻറ്റിഗ്ലോ മാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്. ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ലാത്ത നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്. എഫക്റ്റിൽ കറക്റ്റ് മനസ്സിലാണ്ട്. സ്ക്രീന് 100% sRGB ആണ് വരുന്നത്. ഫോണിൽ ഡിസ്പ്ലേയിലൊന്നും പറയാലോ കേട്ടോ, നല്ല ഡിസ്പ്ലേ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. സൗണ്ട് ക്ലാരിറ്റി ഹെവി സൗണ്ട് എന്ന് പറയാനില്ല, പക്ഷെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ്. ക്യാമറയും കുഴപ്പമില്ല. ഓക്കെ, ക്യാമറയും നോർമൽ ഒരു എഫക്റ്റ് ഉള്ളൊരു ക്യാമറ തന്നെയാണ്. അത്ര മോശം പറയാൻ പറ്റിയ ക്യാമറ ഒന്നുമില്ല. ഗെയിമിങ്ങിന് അങ്ങനെ ക്യാമറയ്ക്ക് കൂടുതൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പുറമുള്ള കാര്യങ്ങൾ. ഏകദേശം ഒരു 1.45 ആ റേഞ്ചാണ് 50-50 വരുന്നത്. 50-60 ആണെങ്കിൽ 1.50 ആ റേഞ്ചാണ്. എക്സ്ചേഞ്ച് ബോണസൊക്കെ അത്യാവശ്യം കൂടുതലുണ്ട് കറന്റ് നിങ്ങൾക്ക് HP നിന്ന് മോഡൽ പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി SSDയും ഇതൊക്കെ റാം ഊരിയാണ്. സിംഗിൾ റാമാണ്. ഒരു സ്ലോട്ട് എക്സ്ട്രാ 2 സ്ലോട്ട് ഉണ്ട് കേട്ടോ റാമിന്. ഒറ്റ സിംഗിളിൽ 24 GB ആണ്. അതുപോലെ SSD 1 TB ആണ്. ഒരു സ്ലോട്ട് എക്സ്ട്രാ SSDക്കും വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂളിംഗ് ടെക്നോളജി വളരെ അധികം നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു കൂളിംഗ് ടെക്നോളജിയാണ്. അത്യാവശ്യം നല്ല ഫാനും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, DDR5 ആണ് റാം വരുന്നത്. 5600 റാമാണ് വരുന്നത്, 24 GB സിംഗിള്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊരു ഡിസൈനേഴ്സ്, ഗെയിമേഴ്സ്, കോഡിങ് അങ്ങനത്തെ എന്ത് ഹെവി വർക്കും ഉപയോഗിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ലാപ്പാണ്. നിയറസ്റ്റ് HP വേൾഡിലൊക്കെ ഇതിൻ്റെ ഡെമോ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡലിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.